പ്രഭാഷകന്റെ പുസ്തകം 47:10 അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുൻപ് തന്നെ വിശ്വസ്ത സ്ഥലം മുഖരിതമായി. ഓരോ പ്രഭാതത്തിലും ഉണർന്ന സ്തുതികളിലും വാഴുന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടം പരിശുദ്ധമായ അഭിഷേകത്താൽ നിറയും. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും നമ്മിൽ നിന്നും പൂർണ്ണമായി ശാസിച്ചകറ്റി ബന്ധിക്കും. നമ്മെ അടിമപ്പെടുത്തുന്ന രോഗപീഠകൾ, ശാരീരിക അസ്വസ്ഥതകൾ, മനസ്സിൻ്റെ ദുഃഖവും ഭാരവും വേദനകളും സങ്കടങ്ങളും ഞെരുക്കങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും ഭയവും നാളത്തെക്കുറിച്ചുള്ള എല്ലാ വ്യഗ്രതകളെയും ദൈവം നമ്മിൽ നിന്നും എടുത്തു മാറ്റും. സഹനങ്ങളില്, വേദനകളില്, രോഗങ്ങളില്, തകർച്ചകളില്, ഞെരുക്കങ്ങളില് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജോബിന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്കും ലഭിക്കും. ജീവിതത്തിൽ തകർച്ചകൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ ഇവയൊക്കെ വന്ന് നമ്മെ പിടികൂടുമ്പോൾ ഒരിക്കലും തളരാതെ പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങളുയർത്തി ആ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുക. അവിടെ നിന്നാണ് നമ്മുടെ ജീവന്റെയും പ്രാണന്റെയും സൗഖ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ദൈവം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ ഒരിക്കലും നിരാശരാകുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓരോ പ്രഭാതത്തിലും ഉണർന്ന് നമ്മെയും നമുക്ക് നൽകിയ കുടുംബത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇന്നോളം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുന്ന് നമുക്ക് ദാനമായി തരുന്ന ജീവിതത്തിന് എപ്പോഴും നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് അവിടത്തോട് ചേർന്ന് തിരിഹിതം നിറവേറ്റി നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ആത്മാവ് സഹായിക്കും.